ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ പ്രോട്ടീൻ പൗഡർ നല്ലതാണോ, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിക്ക് വല്ലതും പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളായിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ അവിടെ വന്നിട്ടുള്ളത്. സോ എൻ്റെ പേര് ബാഹർ ആൻഡ് വെൽക്കം ടു എൻട്രി ഹെൽത്ത് കെയർ ജോബ്സ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു ഫോട്ടോ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 120 കിലോ നിന്ന് 80 കിലോയിലേക്ക് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു സപ്ലിമെൻറ്റ് പോലും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ യൂസ് ചെയ്ത് ക്രിയാറ്റിൻ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ക്രിയാറ്റിൻ എന്താണെന്നുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് എന്തിനാണെന്നൊക്കെയുള്ളത്. ബട്ട് ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് പ്രോട്ടീനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഞാൻ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴാണ് എൻ്റെ വർക്കിംഗ് പ്രൊഫഷണൽസ് ഞാൻ വന്നത്. ഞാൻ ഇപ്പോൾ 9 to 5 ജോബ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അതിന് മുന്നേ ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഡെയിലി എനിക്ക് ഹൈ ക്ലാസ് പ്രോട്ടീൻ കഴിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഞാൻ ചിക്കന്, മുട്ട, സോയാബീന്, അതേപോലെ തന്നെ ചെഡാർ ചീസ്, അങ്ങനെയുള്ള എല്ലാ ഫുഡും ഹൈ പ്രോട്ടീൻ ഫുഡുകൾ ഞാൻ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10 മുട്ട, അല്ലെങ്കിൽ ചിക്കന്, അതേപോലെ ബീഫ്, എല്ലാ ഫുഡും ഞാൻ എറൗണ്ട് ഒരു 90-100 ഗ്രാം പ്രോട്ടീൻ ഞാൻ ഡെയിലി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ ടൈമിൽ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ബട്ട് പിന്നെ ഞാൻ ഒരു വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ വർക്കിംഗ് പ്രൊഫഷനിലേക്ക് തുടങ്ങിയപ്പോൾ എനിക്ക് പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന പോലത്തെ എനിക്ക് ഫ്രീ ടൈമില്ല. രാവിലെ എണീച്ച് ഓഫീസിലേക്ക് പോവുകയാണ്, പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് എനിക്ക് നേരെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഹൈ പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ജിമ്മിലും പോകുന്നുണ്ട്. സോ ഈ ജിമ്മിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ മസിൽ ബ്രേക്ക് ആവുകയാണ് ചെയ്യുക. സോ ഈ ബ്രേക്കായ മസിൽസ് നമ്മൾ ഹീൽ ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ ആവശ്യമുണ്ട്. സോ ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി പ്രോട്ടീൻ പൗഡർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അറൗണ്ട് 10 മുട്ട, അതേപോലെ ചിക്കൻ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഫുൾ ഒരു 100 ഗ്രാംസ് ഓഫ് എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാമാണ്, 100 kg ആണ്. സോ അതുകൊണ്ട് തന്നെ 100 ഗ്രാം പ്രോട്ടീൻക്ക് ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് 100 ഗ്രാം എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ സപ്ലിമെൻ്റ് എടുക്കുന്നത്, അതും പ്രോട്ടീൻ പൗഡറായിട്ട്. സോ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഒത്തൻറ്റിഫൈഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് മാത്രം എടുക്കുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടാനുണ്ട്, അതുപോലെ തന്നെ ഫേക്ക് പ്രോട്ടീൻ ഉണ്ട്. സോ നിങ്ങൾ ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങുകയാണെങ്കിൽ ഒത്തൻറ്റിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാത്രം വാങ്ങാൻ നോക്കുക. ഇനി ആർക്കൊക്കെ പ്രോട്ടീൻ പൗഡർ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ കേസിൽ ഇന്ത്യൻ ഡയറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആകെ രാവിലെ കഴിക്കുന്ന ഒരു ദോശ അല്ലെങ്കിൽ ഒരു സാമ്പാർ, ഉച്ചയ്ക്ക് ഒരു മീൻ പൊരിച്ചത് അല്ലെങ്കിൽ ഒരു ചിക്കൻ പീസ്, പിന്നെ കുറച്ച് ചോറ്, പിന്നെ വെജീസ്. രാത്രി നമ്മൾ എന്താ കഴിക്കുക, ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു സബ്ജി, ദാല്. ഇതിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ആകെ കിട്ടുന്ന പ്രോട്ടീൻ ഫ്രം ഇന്ത്യൻ ഡയറ്റ് ആകെ 10 ഗ്രാം 25 ഗ്രാമേ ഉള്ളൂ. ഒരു സാധാരണ മനുഷ്യന് ഡെയിലി മിനിമം ഒരു 55 ഗ്രാം പ്രോട്ടീൻ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഫുഡിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു മിനിമം 50 ഗ്രാം പോലും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളവിടെ എന്ത് ചെയ്യണം? ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ എടുക്കുക. ലൈക്ക് നിങ്ങൾക്ക് മുട്ട എടുക്കാം, ഒരു 3 മുട്ട എടുക്കാം, ഉച്ചയ്ക്ക് കുറച്ച് ചിക്കൻ എടുക്കാം, അതേപോലെ തന്നെ വൈകുന്നേരം നിങ്ങൾ കുറച്ച് ചിക്കൻ എടുക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കവിടെ മിനിമം ഒരു 60 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ എടുക്കണ്ട. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ചൂസ് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ഹോൾ ഫുഡിൽ നിന്ന് പ്രോട്ടീൻ എടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ സപ്ലിമെൻറ്റിലേക്ക് പോയാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് പ്രോട്ടീൻ പൗഡർ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നുണ്ട്, അത് സ്റ്റിറോയിഡ് ഇല്ല, അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്. നിങ്ങൾ നല്ല കമ്പനിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമേ വരില്ല. ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ പാലിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവമാണ്, അല്ലാതെ അതിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റിറോയിഡോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നല്ല കമ്പനിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടും. സോ നിങ്ങൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യുക, നല്ല കമ്പനിയിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. മിനിമം ഒരു നല്ല പ്രോട്ടീൻ പൗഡറിൻ്റെ വില എന്ന് പറയുന്നത് 6000-7000 രൂപയാണ്. നിങ്ങൾ അതിന് അടിയിൽ കിട്ടുന്ന പ്രോട്ടീൻസ് ആണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക, അതൊക്കെ ലോ ക്ലാസ് അല്ലെങ്കിൽ അത് നല്ലൊരു പ്രോട്ടീൻ പൗഡർ ആയിരിക്കില്ല. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക നിങ്ങൾ പ്രോട്ടീൻ ചൂസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ ഫാറ്റ് ലോസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പ്രോട്ടീൻ കഴിച്ചിട്ട് തന്നെ നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യാൻ നോക്കുക. നിങ്ങളൊരു ക്രാഷ് ഡയറ്റോ അതുപോലെ തന്നെ കുറേ സപ്ലിമെൻ്റ് എടുത്തിട്ട് നിങ്ങൾ കുറയ്ക്കാൻ നിൽക്കരുത്, പട്ടിണി കിടക്കരുത്. കാരണം ഈ പട്ടിണി കിടന്നിട്ട് തന്നെ കുറേ പേര് പറയുന്നുണ്ട് പട്ടിണി കഴിച്ച് മറ്റേ യൂട്യൂബ് നോക്കി കുറേ ഡയറ്റ് ഫോളോ ചെയ്ത് നമുക്ക് മരണപ്പെട്ടു, അങ്ങനെ
കുറേ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ചെയ്യരുത്. കറക്റ്റായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് നിങ്ങൾ തടി കുറയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ലോ ഷുഗറുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് വാങ്ങാൻ നോക്കുക. സോ അങ്ങനത്തെ പ്രോട്ടീൻ പൗഡേഴ്സ് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്കത് ഹെൽത്തിന് നല്ലതായിരിക്കുള്ളൂ. കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് പ്രോട്ടീൻ നിങ്ങൾ വാങ്ങാൻ നോക്കുക. നിങ്ങളിപ്പോൾ തടി കുറയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഐസൊലേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാൻ നോക്കുക നല്ല കമ്പനിയിൽ നിന്ന്. അതേപോലെ മാസ് ഗെയിനേഴ്സ് എടുക്കാതിരിക്കാൻ നോക്കുക. കാരണം മാസ് ഗെയിനേഴ്സിൽ അതിൽ കുറേ വരുന്ന ഷുഗറാണ്, അതേപോലെ കാർബാണ്. അത്രയും കാർബ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ തടിക്കാനാണെങ്കിൽ നമുക്ക് നല്ല ഏത്തപ്പഴമോ അല്ലെങ്കിൽ ഡേറ്റ്സ് അങ്ങനത്തെ കുറേ ഹൈ കാലറി ഫുഡ് ഉണ്ടാവും. അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു മാസ് ഗെയിനേഴ്സിനോട് നിങ്ങൾ പോയി എടുക്കാതിരിക്കുക. കാരണം അത് നിങ്ങളുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നല്ലോണം വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മസിൽ ഗെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഫാറ്റ് ലോസ് ആവാനും നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ആർക്കൊക്കെ ഈ പ്രോട്ടീൻ പൗഡർ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ചൂസ് ചെയ്യാം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പ്രോട്ടീൻ പൗഡർ എടുക്കാം. അപ്പോൾ ഒരു നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ അവർക്കൊക്കെ പ്രോട്ടീൻ പൗഡർ ചൂസ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ഡയറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഇന്ത്യൻ ഡയറ്റിൽ നിന്ന് അവർ കറക്റ്റായിട്ട് ഒരു പ്രോട്ടീൻ അവർ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോട്ടീൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെന്ത് ചെയ്യുക, ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഫുഡിൽ നിങ്ങളിത് ആഡ് ചെയ്യുക, മുട്ട അല്ലെങ്കിൽ ചിക്കൻ അങ്ങനത്തെ കാര്യമെല്ലാം ആഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പോഴത്തെ ഇന്ത്യൻ ഡയറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻസ് വളരും തോറും ഇപ്പോൾ ഒരു 50 വയസ്സാകുമ്പോൾ 60 വയസ്സാകുമ്പോൾ എല്ലാവർക്കും എല്ല് തേയ്മാനമൊക്കെ വരുന്നതിൻ്റെ കാരണം ഇതാണ്. കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ കൺസപ്ഷൻ അവർ ചെറുപ്പത്തിൽ മുതൽ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് എല്ലിൻ്റെ അവിടെ മസിൽസ് വീക്കാവുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്രായമാകുമ്പോഴേക്കും നമുക്ക് എല്ല് തേയ്മാനമൊക്കെ വരാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങളുടെ അച്ഛന് അമ്മ അവർക്കൊക്കെ ഈ പ്രോട്ടീൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരോട് ഈ സപ്ലിമെൻ്റ് എടുക്കാൻ പറയും. ഇൻ കേസ് അവർ ഫുഡിൽ നിന്ന് നല്ല രീതിയിൽ പ്രോട്ടീൻ എടുക്കുന്നില്ലെങ്കിൽ എന്തായാലും അവരെ കൊണ്ട് പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുപ്പിക്കുക. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രോട്ടീൻ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തു എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ക്രിയാറ്റിൻ, ഞാൻ എൻ്റെ ഡയറ്റിൽ യൂസ് ചെയ്ത ഏറ്റവും വലിയൊരു സംഭവമാണ് ക്രിയാറ്റിൻ, പ്രോട്ടീൻ പ്ലസ് ക്രിയാറ്റിൻ. സോ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുക. ഓക്കെ, താങ്ക് യു.